നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിന്റെ രണ്ടിന്റെയും ലിങ്ക് കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. താൽക്കാലികമായ നുണകൾ തകർന്നു വീഴുന്നു. നിങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ച സത്യങ്ങൾ ഈ വ്യക്തിയുടെ നാവിൽ നിന്നും വരുന്നു. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വായന. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. വളരെ പോസിറ്റീവോട് കൂടി ഈ വായന കാണാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം നല്ല രീതിയിൽ തന്നെ തുളുമ്പി നിൽക്കുന്ന ഒരു വളരെയധികം പ്രണയാത്മകമായിട്ട് നിൽക്കുന്ന ഒരു ഊർജത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം മനോധൈര്യവും മനഃശക്തിയും നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന തലത്തിലാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നുമുള്ള ഊർജം കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ താൽക്കാലികമായ ചില നുണകൾ അല്ലെങ്കിൽ നുണകളുടെ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളും കല്ല് വെച്ച നുണകളായിട്ട് കാണപ്പെടുന്നു. പക്ഷെ അതൊരിക്കലും ഈ വ്യക്തിയെ പരിപൂർണമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറയണമെന്ന് വിചാരിച്ചുമല്ല നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റു പല ശത്രുക്കളുടെ സാന്നിധ്യവും നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുമാണ് ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല, കള്ളം തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എന്നോട് ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത്, എന്നോട് സത്യസന്ധമായി നിന്നുകൂടെ, നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ യാചനയോട് കൂടിയും റിക്വസ്റ്റ് ചെയ്തും അപേക്ഷിച്ചും വിഷമത്തോടു കൂടിയും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി യാതൊരു തരത്തിലും ഒരു സ്വതന്ത്രനായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല. കാരണം സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്കൊരു അടിമപ്പെടൽ അല്ലെങ്കിൽ അടിമത്വം അങ്ങനെയാണ് വരുന്നത് അല്ലേ? ആ ഒരു അടിമത്വമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. മറ്റു പലവരും കേൾക്കേണ്ടതുമായിട്ടുള്ള, മറ്റു പലവരും പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഗതികേടിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് വളരെയധികം ദുഃഖം തോന്നിയിരുന്നു, ഒറ്റപ്പെടലും തോന്നിയിരുന്നു. കാരണം ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവർ പറയുന്നത് കേട്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഇതെന്നെങ്കിലും പുറത്തു വരും, സത്യങ്ങൾ ചുരുളഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിരുന്നത്. പലപ്പോഴും നിങ്ങളെ നേരിട്ട് കണ്ടപ്പോഴും ഈ വ്യക്തി മുഖം തിരിച്ചു നിന്നിട്ടുണ്ടാകാം, നിങ്ങളോട് സംസാരിക്കാൻ വരാതെ ദൂരേക്ക് മാറി നീങ്ങി പോയിട്ടുണ്ടാകാം, ദൂരേക്ക് ഓടി മറിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരം അവഗണനകളെല്ലാം തന്നെ നിങ്ങളെ അത്രയധികം ഭീതി കൊണ്ടുവരുന്നതായിട്ട്, മനസ്സിനെ കീറിമുറിച്ച് കളയുന്ന, ആഴത്തിൽ വേദനിപ്പിക്കുന്ന തലത്തിലുള്ള സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മാനസികാവസ്ഥ ഒരിക്കലും പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഈ പേഴ്സന്റെയും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി എത്രയോ ബലവാനായിരുന്നു, എത്രയോ ശക്തിയുള്ളവനായിരുന്നു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ മനസ്സിൽ വരുന്ന ചിന്തകൾ കൊണ്ടും ഓരോ പ്രവർത്തികൾ കൊണ്ടിട്ട് പോലും എത്രയോ ബലവാനായിരുന്നു, എത്രയോ ശക്തി ഉള്ള ഒരു വ്യക്തിയായിരുന്നു, മനോധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഏതൊക്കെയോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി പെട്ടുപോയി എന്നുള്ള അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്തോ ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യഥാർത്ഥ മുഖമല്ല ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പോലും പറഞ്ഞിട്ടുണ്ടാകാം, ഇതെന്റെ ഭർത്താവല്ല, അല്ലെങ്കിൽ ഇതെന്റെ ഭാര്യയല്ല, ഇതെന്റെ കാമുകനല്ല, കാമുകിയല്ല, ഇത് ഞാൻ സ്നേഹിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ട് നടന്നിട്ടുള്ള, ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിയല്ല ഇത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എൻ്റെ പേഴ്സൺ എന്നോട് പെരുമാറുന്നത്. ഇതിലെനിക്ക് യാതൊരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല.
അല്ലെങ്കിൽ ഇത് സത്യമാണ് എന്ന് എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാനാകുന്നില്ല. എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യങ്ങളാണ്. ഇതിൽ എന്താണ് സത്യമായി കിടക്കുന്നത്, എന്ത് കാര്യമാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ അതിനെപ്പോഴാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഈ ഒരു വിഷമം മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ പങ്കിടുന്നുണ്ടാകാം, ഇപ്പോഴും പങ്കിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷേ അതിന് മറ്റുള്ളവർക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നതുകൊണ്ട് മാത്രമേ കാര്യമുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനോ യഥാർത്ഥ സത്യം പുറത്തേക്ക് കൊണ്ടുവരാനോ ആരെ കൊണ്ടും സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് പ്രപഞ്ചശക്തി തന്നെയാണ്. പ്രപഞ്ചശക്തി കുറെ നാളായി തന്നെ നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ മനസ്സിന്റെ നന്മ, നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണെ സ്നേഹിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നപ്പോൾ പോലും നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കുവാനോ വേണ്ട എന്ന് വെക്കാനോ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നോ ദൂരേക്ക് ഓടി നീങ്ങാനോ നിങ്ങൾ ആഗ്രഹിച്ചില്ല. കാരണം നിങ്ങളെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സത്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചാരിയറ്റ് എനർജിയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കിടക്കുന്നത്. ഇവിടെ അൺനോൺ കാർഡ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് തിരിച്ചറിയാത്ത ആ ഒരു എനർജി എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ഒരു തലത്തിലുള്ള കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ എനർജിയെ തന്നെ സൂചിപ്പിക്കുന്നത് അൺനോൺ ആണ്. അപ്പോൾ അൺനോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറിയാത്തത്, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പേരോ മേൽവിലാസമോ ഇല്ലാത്ത ഒരു എനർജീനെയാണ് നമ്മൾ അൺനോൺ എനർജി എന്ന് പറയുന്നത്. അവരാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിഞ്ചർ, അതും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്ട്രെയിഞ്ചർ എനർജി, അപരിചിതം അല്ലെങ്കിൽ അപരിചിതത്വം എന്നുള്ള ആ ഒരു ടേം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് തീർത്തും ഒരു അറിവില്ലാത്ത ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാണാമറയത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതാനും ചില വ്യക്തികൾ മറവിൽ കിടക്കുന്നതായി നമുക്കിവിടെ കാണാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണോ ആയിരിക്കാം. അത് മസ്റ്റായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുതിയൊരു വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു മുഖം മൂടിയാണ് ഇവിടെ ഇതിനോടകം അഴിഞ്ഞു വീഴാൻ പോകുന്നത്. കാരണം നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല, അല്ലേ? ദൈവത്തിന്റെ കോടതിയിൽ നമ്മൾ എന്തായാലും സത്യം പറയേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ പേഴ്സണെ തേടി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി സ്വന്തം മനസ്സുകൊണ്ട് സ്വന്തം ഇഷ്ടത്തോടു കൂടി തെറ്റുകൾ ചെയ്തിട്ടില്ല. പകരം മറ്റാരൊക്കെയോ തെറ്റുകൾ സ്വയം ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ നിർബന്ധത്തിൽ ഈ വ്യക്തിയും അങ്ങനെ ചെയ്തു പോകുന്നു എന്ന് മാത്രം. ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അജ്ഞാത ശക്തി, അതെ, ഈ ഒരു വാക്ക് എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. അജ്ഞാത ശക്തി, അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഊർജം ഈ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ആ ഒരു ഇൻവിസിബിൾ എനർജി എന്തായാലും പുറത്തേക്ക് വരുന്നതായിരിക്കും. അത് മറ നീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിന്റെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ചുരുളഴിയും. ഇവിടെ ഒരുപാട് സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നതായി കാണുന്നു. അത് ഉറപ്പായിട്ടും പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വ്യക്തി ആ ഒരു സമയത്തായിരിക്കും നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹവും കരുതലും എല്ലാം തന്നെ പ്രകടിപ്പിക്കാൻ പോകുന്നത്. ഇത്രയും കാലം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു നാടകം ആടുകയാണ്. അത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ, ജീവിക്കുന്നത് പോലെ ഒരു ജീവിത നാടകം. അപ്പോൾ അതിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുപ്പായം ഊരിയിട്ട് അതിന്റെ മുകളിലേക്ക് പറക്കാനാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.